മണ്ണ് ഖനന മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ചളിയും കല്ലുമെത്തി. റോഡ് തകർച്ചയിൽ ജനം പൊറുതിമുട്ടി. റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആവലാതിയുമായി നാട്ടുകാരെത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിനു സമീപമുള്ള കുന്നിൻ മുകളിൽ നിന്നും കല്ലും മണ്ണും കുത്തിയൊലിച്ച് താഴേക്ക് വരികയും റോഡ് തകരുകയും പ്രദേശത്തെ ജനങ്ങളാകെ ഉരുൾപൊട്ടൽ ഭീഷണിയിലാവുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘത്തിനു മുന്നിൽ ആവലാതിയും പ്രതിഷേധവുമായി നാട്ടുകാരും. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പട്ടാമ്പി തഹസിൽദാർ TG ബിന്ദു, ജില്ലാ ജിയോളജി ഓഫീസർ MV വിനോദ്, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ഭൂരേഖ ഓഫീസർ P ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, സെയ്ദ് മുഹമ്മദ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം തണ്ണീർക്കോട് പ്രദേശത്തെ മണ്ണ് ഖനന മേഖലയിലേക്ക് എത്തിയത്. വ്യാഴാഴ്ചത്തെ മഴയിലുണ്ടായ നാശത്തെക്കുറിച്ച് വിറ്റ്നസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചാലിശ്ശേരി കപ്പൂർ അതിർത്തി പ്രദേശങ്ങളിലെ മണ്ണ് ഖനന മേഖലകളിലും തകർന്ന പാതകളിലും സന്ദർശിച്ച് ഉദ്യോഗസ്ഥ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്തെ ജനങ്ങൾ മഴ പെയ്യാൻ തുടങ്ങിയതോടെ മണ്ണ് ഖനന മേഖലയിൽ നിന്ന് ചളിയും കല്ലും ഒലിച്ചിറങ്ങി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി ആവലാതിപ്പെട്ടു. താൽക്കാലിക പരിഹാരം കാണുന്നതിനായി മണ്ണ് ഖനന കരാറുകാരായ ശിവാലയ ഗ്രൂപ്പിലെ സൂപ്പർവൈസർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇതോടെ ചളിയും മണ്ണും ജനവാസ കേന്ദ്രങ്ങളിലേക്കും റോഡിലേക്കും ഒലിച്ചിറങ്ങാതിരിക്കാൻ കരിങ്കല്ലുകൾ കെട്ടി മുൻകരുതലെടുക്കുമെന്ന് ഖനനം നടത്തുന്ന ഭൂ ഉടമകളും കരാറുകാരും ഉദ്യോഗസ്ഥ സംഘത്തിന് ഉറപ്പു നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററിൽ ഇന്നലെ ഉണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ റോഡിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കുമെന്നും പറഞ്ഞു. പ്രദേശത്തു നിന്നും ഇനി മണ്ണ് കുത്തിയൊലിച്ച് വരാത്ത വിധം ഡ്രൈനേജുകൾ നിർമ്മിക്കാനും റോഡിന് തകരാർ സംഭവിക്കാത്ത വിധം ഓവുപാലം നിർമ്മിക്കാനും സ്ഥലമുടമകൾക്ക് നിർദ്ദേശം നൽകി. മറ്റു പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശം നൽകി. ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ആളുകളാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്. മണിക്കലിട്ട് പോയി നേരെ റോട്ടിൽ പോയിട്ട് ഞങ്ങൾ സാധാരണക്കാരാ. ഞങ്ങൾക്ക് ഏകദേശം എങ്ങനെ പോകേണ്ട വിധങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളാണ് കൃത്യമായിട്ട് ഇത് ചെയ്യിപ്പിക്കേണ്ടത്. അത് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഇനി ഇവിടെ ഈ വെള്ളം എവിടേക്ക് ഒഴിവാക്കും? എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പണമാണ് ഇത്ര ആഴത്തില് മണ്ണെടുത്തോളാൻ പറഞ്ഞത്? എന്താ ചെയ്യാ? ഈ കുന്നിന്റെ ചുറ്റുഭാഗത്തും സുരക്ഷ എന്തുറപ്പാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക? ആ സുരക്ഷ, അവരുടെ ജീവിതം, അവരുടെ കുടുംബം, അവരുടെ സ്വത്ത്, അവരുടെ ജീവൻ. കാരണം ഇവിടെ വെള്ളം സുരക്ഷയാണ്. ഒരു ശേഖരം വെള്ളത്തിനുള്ളിൽ തരാൻ പറ്റുന്നത്. മണിക്കൂർ മഴ പെയ്താൽ ഇത്ര ഇതിന്റെ ചുറ്റുഭാഗം വീടുകളാണ്. എന്നിട്ട് ഈ വീടുകൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ എത്ര സമരം ചെയ്തു ഇവിടെ ഡൽഹിക്ക് കൊണ്ടുപോകും. മുഴുവൻ കുന്നുകളുടെ താഴ്ഭാഗത്തെ വീടുകളാണ്. ഇതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടാണ് അപ്പൊ കപ്പൂർ ആ ഭാഗത്ത് നിൽക്കുന്നത്. രണ്ട് ഭാഗത്തെ രണ്ട് ഏരിയ മൊത്തം മണ്ണെടുത്തിട്ട് ഇതേ അവസ്ഥ നിൽക്കുന്നത്. അപ്പൊ അതിന് തീർത്ഥാടന മണ്ഡലത്തിൽ മാത്രമുള്ള മണ്ണ് വേറൊരു മണ്ഡലത്തിൽ മണ്ണില്ലായി എല്ലാ കുന്നും കേരളം പറഞ്ഞാല് കേരളത്തിന്റെ പാരിസ്ഥിതിക അവസ്ഥ മനസ്സിലാവാത്ത ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തിന്റെ ഒരു സൈഡ് മൊത്തം ഇവിടെ ഞങ്ങളും കൂടിയിട്ടാണ് ഈ കാണുന്നത്. 1 മണി വരെ അപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വേറെ കാര്യം കൂടി ചെയ്ത് അവിടുന്ന് ഒരു മെറ്റീരിയൽ വണ്ടി വന്നു അത് തടുത്തിട്ട് ഫോട്ടോ എടുത്ത് അപ്പൊ ഞാൻ കണ്ടാന്നിട്ട് ഉണ്ടായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉത്തരവാദിത്ത ഗവൺമെന്റിനോട് ഈ കായുള്ള ആൾക്കാരോട് ഒരു ഇത് നിങ്ങൾക്ക് ഇന്നലെ രാത്രി നിങ്ങൾ ഈ പാസ് കൊടുത്തതിനും നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില അവർ കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതിന്റെ തെളിവല്ല നിന്ന് കേൾക്കേണ്ടി എല്ലാ ആൾക്കാരും. ഉദ്യോഗസ്ഥന്മാര് ശരിയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഞങ്ങളുടെ നാട്ടുകാര് ഒന്നിനും പറ്റാത്ത ആളുകൾ ഇന്നലെ ഇവിടെ ആ കുട്ടികളെ കൈ മുറ്റത്ത് നിന്നിട്ട് ഈ വെള്ളം വരാണ്ടിട്ട് ഇയാൾ ആ വെള്ളം തടുക്കാൻ വേണ്ടി എന്തൊക്കെ ഇവിടെ നിന്ന് കാട്ടിക്കൂട്ടിയിരുന്നേ? അതുകൊണ്ടാണ് ഈ 3 വീട് കൃഷി മൊത്തം നശിച്ചോ? നിങ്ങളൊന്ന് പോയൊക്കെ അവിടെ പച്ചക്കറി ഉണ്ടാക്കിയതൊക്കെ പോയി. അടുത്ത സാങ്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു മുകളിലേക്ക് പോയിരിക്കുന്നത്. അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4 ദിവസം ഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് എടുക്കണ്ട, ഗവൺമെന്റ് എടുക്കണ്ട, ആരും എടുക്കണ്ട.
ഫണ്ട് ഞങ്ങൾ വരെയൊക്കെ വാങ്ങിത്തരാം. നിങ്ങൾ സാങ്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോ വന്നു പോകുന്ന ആൾക്കാരുള്ളൂ. നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് അതിന്റെ സംഗതി നിങ്ങൾ ഇത് കഴിഞ്ഞാൽ വണ്ടി കയറി നിങ്ങളെ പ്രശ്നം കാണിച്ചു. 2018 ഇത്രയുള്ള പ്രളയം ഉണ്ടായിട്ട് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് വന്നിട്ടില്ല. ഇത് ഇന്നലെ 2 മണിക്കൂർ ഒരു മഴ പെയ്തിട്ട് ഈ അവസ്ഥ. 5-6 ദിവസം കഴിഞ്ഞാൽ കാലവർഷം തുടങ്ങും. അപ്പൊ എന്താ ഇവിടുത്തെ അവസ്ഥ? ഫോണാണ് നീക്കി വെക്കും, അല്ലെങ്കിൽ ഓഫീസ് വെക്കും. നിങ്ങളെ പരിപാടി അവസാനിക്കും. നമുക്ക് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റിയാണ് ബന്ധപ്പെട്ട ആളുകളും ജനപ്രതിനിധികളും നാട്ടുകാരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കാം. അവിടെ നിന്ന് സംസാരിക്കാം. എന്നിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കാം. അതല്ലേ നല്ലത്? ഇപ്പൊ തന്നെ 12 കാലം അങ്ങനെ ആയിക്കോട്ടെ. പള്ളിക്ക് പോകേണ്ടത് ഒരു 1/4 മണിക്കൂർ കൊണ്ട് പിരിഞ്ഞാൽ പോരെ? 12 ആ ബോർഡിനടക്കം പുല്ല് വരെ വെച്ചിട്ടാണ് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് തീരുമാനം സാങ്ഷൻ കൊടുത്താൽ മതി. പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിക്കും. പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിക്കുക. ഇത് പഞ്ചായത്ത് ആ സാങ്ഷൻ ഞങ്ങൾക്ക് തരണം. കണ്ണൂർക്കോട് സ്കൂളുണ്ട്. ഇന്ന് തന്നെ 1/2 കിലോമീറ്റർ. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.